ഹേ ഗായ്സ്, എന്നെ കൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീക്ക് ആയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ വഴി എനിക്കുണ്ടായ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ എൻ്റെ ആ വീഡിയോ ഞാൻ ചെയ്തതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ തന്നെ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ തന്നെ ഹീൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അത് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക വിധത്തിൽ അവർക്കൊരു കറേജ് തരുന്ന വിധത്തിൽ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അതിന് കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസ് ആൻഡ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് പറയണം എന്നുണ്ട് ഒരു 500ഓളം ഫ്രണ്ട്സ്, 1000ഓളം ഫ്രണ്ട്സ് എന്നൊക്കെ. പക്ഷേ എൻ്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന 3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു. കാനഡയിലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. സെയിം അനുഭവമായിരുന്നു അവർക്ക്. 3 or 4 പേര് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. എന്നെപ്പോലെ തന്നെ അവർക്കും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു, എന്തോ ഒരു പേടിയായിരുന്നു എന്നൊക്കെ. പക്ഷേ വിത്തിൻ 2 days അവരും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അവരുടെ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് അവരെന്നെ ഒത്തിരി താങ്ക് ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുന്നത് 2025 അവസാനിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയെ ബ്രേക്ക് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് മറ്റുള്ള 3 പേരൂടെ ഇൻഫ്ലുവൻസ് ആയി. അപ്പോൾ എനിക്കറിയാത്ത ആ വീഡിയോ കണ്ട എത്രയോ പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും. ഞാൻ 2026 കയറുന്നത് ഒത്തിരി ഹാപ്പിനെസ്സോടെയാണ്. കാരണം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നതിൽ നിന്ന് മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു നമ്മൾക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി എന്നൊരു തോട്ട് എനിക്കുണ്ടായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയെക്കാട്ടിലും ഒരു 50% കൂടുതൽ കോൺഫിഡൻസോടെയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഫേമസ് ഓതറായിട്ടുള്ള മാർക്ക് മാൻസൺ പറഞ്ഞിട്ടുണ്ട്, ട്രൈ ചെയ്താലും നമ്മൾ വിമർശിക്കപ്പെടും, ട്രൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും. എന്നാൽ പിന്നെ ട്രൈ ചെയ്തിട്ട് ജഡ്ജ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യേണ്ട, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനെ ഫോക്കസ് ചെയ്യുക, അതങ്ങ് ചെയ്യുക. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലല്ലോ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും, നമുക്കത് മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതങ്ങ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. താങ്ക് യു, ബൈ.